ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൃപയാ മിനിസ്ട്രിയുടെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്കൊരു വചനം വായിക്കാം. സങ്കീർത്തനങ്ങൾ 127:1. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു. അതെ ദൈവമക്കളെ, കർത്താവ് നമ്മളോട് കൂടെ ഇല്ല എങ്കിൽ, കർത്താവ് ഒരു സ്ഥലത്ത് നമ്മളുടെ വിഷയങ്ങളുടെ നടുവിൽ, നമ്മുടെ ഓരോ ആഗ്രഹങ്ങളുടെ നടുവിൽ ദൈവം കൂടെ ഇല്ല എങ്കിൽ സകലതും വൃഥാവായി തീരും. ഇവിടെ നമ്മൾ എന്താണ് വായിച്ചത്? യഹോവ വീട് പണിയാതിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മ, ഒരു അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നമുക്കൊരു വളർച്ച വേണമെങ്കിൽ അവിടെ എന്തു വേണം? ദൈവം ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറുതെ അധ്വാനിക്കുകയാണ്. ഇപ്പം നമ്മുടെ ജോലി എടുത്താലും, നമ്മുടെ ഭൗതികമായ എന്തൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളുടെ നടുവിലും നമ്മുടെ ആവശ്യങ്ങളുടെ നടുവിലും എന്നല്ല, അതിനുപരി നമുക്കൊരു ആത്മീയത്തിൽ വളർച്ച വേണമെങ്കിൽ പോലും നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യണം? പറ്റി നിന്നാൽ മാത്രമേ നമുക്ക് തന്നെ ഒരു വളർച്ച ഉണ്ടാകത്തുള്ളൂ, അല്ലേ? പരിശുദ്ധാത്മാവിനോട് നമ്മൾ പറ്റി നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ആത്മീയകരമായി നമുക്ക് വളരുവാനിടയായി തീരും. ആമേൻ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുകയാണ്, വീട് പണിയാതിരുന്നത്, അതായത് ദൈവം നമ്മുടെ നടുവിൽ ഇല്ല എങ്കിൽ നമുക്കെല്ലാം വൃഥാവായി തീരും. ഇപ്പം അത് കഴിഞ്ഞ് രണ്ടാമത്തെ, യഹോവ ഒരു പട്ടണം കാത്തില്ല. അവിടെ വലിയ സെക്യൂരിറ്റീസോ വലിയ ആൾക്കാരോ എത്ര സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ ദൈവം ആ പട്ടണം കാത്തില്ലെങ്കിൽ അത് എന്ത് ചെയ്യും? വെറുതെ ജാഗരിക്കുന്നവരല്ലേ? അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. 24/7 നമ്മളെ മുഴുവനും വാച്ച് ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നതും എല്ലാ ഇടങ്ങളിലും കർത്താവ് ഒന്ന് ശ്രദ്ധിക്കും. നമ്മൾ ദൈവത്തെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ദൈവത്തോട് പറ്റി നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് അവൻ കിടക്കപ്പായത് അതായത് ഉറക്കം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ദൈവത്തോട് തൻ്റെ കാര്യങ്ങൾ പറയുകയും ദൈവത്തിൽ ആശ്രയിച്ച് അന്നത്തെ ദിവസം ദൈവത്തിൽ തന്നെ മുഴുവനുമായി ആശ്രയിച്ചാണ് മുമ്പോട്ട് ജീവിക്കുകയുള്ളൂ, അല്ലേ? അപ്പം ഇവിടെ നമ്മൾ അതാണ് പറയുന്നത്. എന്താണ്? ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ജോലികാര്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഓർക്കുക, എൻ്റെ അധ്വാനം കൊണ്ടാണ് ഇതുണ്ടായത്, അല്ലെങ്കിൽ എൻ്റെ സ്തോത്ര ബലം കൊണ്ടാണ്, എൻ്റെ ശക്തി കൊണ്ടാന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷെ ദൈവം ഉള്ളതുകൊണ്ടാണ് ദൈവമക്കളെ ദൈവം നമ്മൾ ഇത്രത്തോളം മാനിച്ചത്. സ്തോത്രം. നമ്മളല്ലെങ്കിൽ വെറുതെ അധ്വാനിക്കുന്നതാ. ദൈവമില്ല എങ്കിൽ നമ്മൾ എന്താണ്? വെറുതെ അധ്വാനിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം സങ്കീർത്തനം 91 പറയുന്നുണ്ട് ഒരു വചനം, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പം ദൈവത്തോട് ഒരു ദൈവ പൈതൽ പറ്റിയിരുന്നാലേ ദൈവം എന്ത് ചെയ്യത്തുള്ളൂ? നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതലൊക്കെ ഉള്ളൂ. അപ്പോൾ പല വിഷയങ്ങൾക്കും നമുക്ക് എന്തില്ല? വിടുതലില്ല, അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തോട് പറ്റിയിരുന്ന് ഓരോന്നും ചെയ്യണം. ആമേൻ, സ്തോത്രം. ഈ പറ്റിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അതിൻ്റെ അർത്ഥം സ്നേഹം. നമുക്കറിയാം, സ്നേഹമുള്ളൊരു വ്യക്തിയോടുകൂടെയാണ് നമ്മൾ എപ്പോഴും അടുത്തിരിക്കുകയും സ്തോത്രം അവരോടെല്ലാം നമ്മൾ തുറന്നു. ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും സ്തോത്രം ആരായാലും നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ളൊരു വ്യക്തിയോടായിരിക്കും നമ്മൾ കൂടുതലും നമ്മുടെ മനസ്സുകൊണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ? പറ്റിയിരിക്കും, അല്ലേ? അതേപോലെയാണ് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പിതാവാണ്, നമ്മുടെ അപ്പനാണ്, നമ്മുടെ ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവമാണ്. ആ ദൈവത്തോട് നമ്മൾ കൂടുതൽ പറ്റിയിരിക്കുവാണെങ്കിൽ നമ്മുടെ ഹൃദയം ഓട്ടോമാറ്റിക്കലി ദൈവത്തിന് വേണ്ടിയായി തീരും, അല്ലേ? അതായത് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെ വന്നാലും, ആഗ്രഹം വന്നാലും, ഒരു ചിന്ത വന്നാലും, പ്രവൃത്തി വന്നാലും എല്ലാം എന്ത് ചെയ്യും? നമ്മൾ ദൈവത്തോട് പറയുവാൻ തുടങ്ങും, ദൈവത്തോട് നമ്മൾ ഷെയർ ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ സകലതും ദൈവം എന്ത് ചെയ്യും? ഏറ്റെടുക്കും. സ്തോത്ര. ദൈവം അതിനെ പണിയുവാൻ തുടങ്ങും. ദൈവമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെല്ലാം നമ്മൾ വെറുതെ. ഇപ്പോൾ നമ്മളൊരു വചനം വായിച്ചു, ഇല്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കും പോകാൻ കഴിയരുത് ദൈവമക്കളെ. ദൈവമില്ലാത്ത ഒരു പ്രോഗ്രാംസ് ആയിക്കൊള്ളട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, ലോകപരമായിട്ടുള്ളത്, ദൈവമില്ല എങ്കിൽ എനിക്കും അവിടെ സ്ഥാനമില്ല എന്ന് ചിന്തിക്കണം ഒരു ദൈവ പൈതൽ. അല്ലാതെ സ്തോത്ര ദൈവത്തെ മറന്നുകൊണ്ട് എത്ര വട്ടം നീ ഓടിയാലും ആ ഓട്ടത്തിന് ദൈവം ഒരു ഇതിട്ടിട്ടുണ്ട്. പിടിക്കേണ്ട സമയത്ത് ദൈവം പിടിക്കുകയല്ലേ ചെയ്യും. ഇതൊന്നും ദൈവം കാണുന്നില്ലോ, ഇതൊക്കെയാണ് ദൈവം എന്നെ നോക്കാനോ? അതേ ദൈവമക്കളെ, നമ്മളെ ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം മരിച്ചത്. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് ദൈവം ക്രൂശിതനായി തീർന്നത്. സ്തോത്രം. ഒരു പാപി എന്ത് ചെയ്യരുത്? നശിച്ചു പോകരുത്. സ്തോത്രം. ഒരു പാപിയും നശിച്ചു പോകരുത്. ഇന്ന് നീ ദൈവത്തെ മറന്ന് സ്തോത്രം മറഞ്ഞിരുന്ന് ചെയ്യുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട്.
ആമേൻ സ്തോത്രം. ഒരിക്കലും ദൈവത്തിൻ്റെ മുഖത്തെ മറന്നുകൊണ്ട് നിനക്ക് ഓടാൻ കഴിയില്ല. ഓടുന്നതിന് ഒരു പരിധി ദൈവം ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ മറന്നുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ എന്തൊക്കെ സ്വരൂപിച്ചു വെച്ചാലും, അതെന്ത് വീടായിക്കൊള്ളട്ടെ, സാമ്പത്തികമായിക്കൊള്ളട്ടെ, ദൈവത്തെക്കാളും മനസ്സ് മറ്റെന്തിനെങ്കിലും നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വൃഥാവായി തീരുമെന്നാണ് ദൈവവചനമാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. വചനത്തിലൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? അതേപോലെ നമുക്കറിയാം 104 സങ്കീർത്തനത്തിന് 28 ഒരു വചനമുണ്ട്. എന്താണ്? നീ കൊടുക്കുന്നതിന് അവ പെറുക്കുന്നു, തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. അതേ ദൈവമക്കൾ, ദൈവം തന്നതിനെയാണ് നമ്മൾ പെറുക്കിക്കൂട്ടി. എനിക്ക് ഒത്തിരി ചിന്തിച്ച ഒരു ദൈവവചനമാണത്, അല്ലേ? ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നതിനെയാണ് ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നത്? പെറുക്കി കൂട്ടിയത്, അല്ലേ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. ദൈവം തന്നതിനെ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്തു? ദൈവം നമുക്ക് തന്നതിനെ നമ്മൾ പെറുക്കി, അല്ലേ? ആ ദൈവത്തിൻ്റെ തൃക്കൈ തുറന്നതുകൊണ്ട് നമ്മൾ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഇന്ന് നമ്മൾ ഓരോ നന്മ അനുഭവിക്കുന്നു. ആമേൻ സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും കാരണം എന്താണ്? ദൈവത്തിൻ്റെ തൃക്കൈ നമുക്ക് വേണ്ടി തുറന്നതാണ്. അതേ ദൈവമക്കളെ, ഹല്ലേലൂയ. ക്രൂശിതനായ ടൈമിൽ ആമേൻ സ്തോത്രം തൻ്റെ ജീവൻ പോയപ്പോൾ, ഹല്ലേലൂയ, എനിക്കും നിനക്കും വേണ്ടിയാണ് ആ കാൽവറി ക്രൂശിതൻ, അല്ലെ കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്യുന്നത്? മരിച്ചത്, കരഞ്ഞത്, നിന്ദിതനായി തീരുന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ സമാധാനത്തോടെ ജീവിക്കാനാണ്, നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനാണ്. തൻ്റെ ജീവൻ പോയ ടൈമിൽ ആമേൻ സ്തോത്രം നമ്മൾ ഓരോരുത്തരും, ഓരോ മനുഷ്യരുടെ മുഖവും ദൈവത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അല്ലേ? നമുക്ക് വേണ്ടി ദൈവം എന്ത് ചെയ്തു? മരിച്ചു. ആ ദൈവ സ്നേഹത്തോട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും പറ്റിയിരിക്കണം, അല്ലേ? നമുക്കിപ്പോൾ ഇത് ഇഷ്ടമുള്ളൊരു വ്യക്തിയോട് നമ്മൾ ഒന്നും എന്ത് ചെയ്യത്തില്ല, മറച്ചു വെക്കുകയില്ല, എല്ലാം ഓപ്പൺ ആയിരിക്കും, അല്ലേ? നമ്മളിപ്പോൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യം വന്നാലോ, അന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യും. എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ചെയ്യാൻ പോകും. ഇന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് അവർക്കറിയാത്ത ഒന്നും നമ്മുടെ ലൈഫിൽ ഇല്ലായിരിക്കും ഒരു പക്ഷേ. ഇതേപോലെ ഒരു ബന്ധം വേണം നമ്മളും ദൈവവും തമ്മിൽ. ആമേൻ സ്തോത്രം. ദൈവത്തോട് നമുക്ക് എന്തും ഷെയർ ചെയ്യാം. ഒന്ന് നോക്കിയാൽ നമ്മുടെ മാതാവിനോട്, പിതാവിനോട്, അല്ലെങ്കിൽ നമുക്ക് വിലപ്പെട്ടവരോട് പറയാൻ കഴിയാത്തത് പലതും നമുക്ക് ദൈവസന്നിധി ഇരുന്ന് നമുക്ക് ദൈവത്തോട് തുറന്നു പറയാൻ കഴിയും. നമ്മൾ പറയുന്നത് ചെവി ചായ്ച്ച് കേൾക്കുന്ന ഒരു പിതാവിനോടാണ്. ആമേൻ സ്തോത്രം. എന്ത് നമ്മൾ വിളിച്ചാൽ, അതായത് ദൈവസന്നിധിയിൽ നമ്മൾ നിലവിളിക്കും. നമുക്കൊരു കരയാൻ വരുന്നതിന് മുമ്പ്, നമ്മൾ കരയുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി കരയുന്ന ഒരു ദൈവമാണ് നമ്മുടെ പിതാവ്. ആ ദൈവസ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയാതെ പോകുന്നതാണ് സാത്താൻ നമ്മളിൽ വലിയ ജയമായി എടുക്കുന്നത്. ആമേൻ സ്തോത്രം. പലതും നമ്മളിൽ കൊണ്ടിരുന്നിട്ട് ദൈവസ്നേഹം നമുക്ക് രുചിച്ചറിയാൻ കഴിയാതെ വണ്ണമായി തീരും. ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ചില വ്യക്തി ജീവിതങ്ങൾ, ആമേൻ സ്തോത്രം, ഇപ്പോൾ തന്നെ ഹല്ലേലൂയ, ഞാൻ ഈ ഒരു വചനം പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നാണ്. ആമേൻ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിയാതെ വണ്ണം ആരെയിലൊക്കെ ഹൃദയം കഠിനമായിരിപ്പുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ഒന്ന് കരയാൻ കഴിയാതെ വണ്ണം കഠിനപ്പെട്ടിരിക്കുവാണെങ്കിൽ ആ ഹൃദയത്തെ ദൈവസന്നിധി ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. ദൈവസ്നേഹം നമ്മൾ എന്ത് ചെയ്യണം? ഓരോ നിമിഷവും നമ്മൾ രുചിച്ചറിയണം ദൈവമക്കളെ. ഹല്ലേലൂയ. തേനിലും മധുരമുള്ളതാണ്, അതൊരിക്കലും കയ്പാവുന്നതല്ല ദൈവസ്നേഹം. അതെപ്പോഴും നമുക്ക് മധുരം തരുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ വിഷയം ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവമില്ലാതെ നമ്മൾ ചെയ്യുന്നതെല്ലാം വൃഥാവാണ്. ഹല്ലേലൂയ. എന്തായിക്കൊള്ളട്ടെ, നിൻ്റെ പഠനകാര്യമായിക്കൊള്ളട്ടെ, നിൻ്റെ ജോലി കാര്യമായിക്കോട്ടെ, നിൻ്റെ ശുശ്രൂഷയായിക്കൊള്ളട്ടെ, നിൻ്റെ വ്യക്തിപരമായ ഏത് കാര്യമായിരുന്നാലും ദൈവത്തെ കൂടാതെ എന്തെല്ലാം നമ്മൾ ചെയ്തതെല്ലാം എന്താണ്? വൃഥാവായി തീരും. അതേസമയം ദൈവത്തോട് പറ്റി നിന്ന്, ദൈവത്തോട് കൂടെ ചേർന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും ചെയ്യണം. നമുക്കറിയാം സങ്കീർത്തനങ്ങൾ 16 സങ്കീർത്തനത്തിൽ പ്രകാരം ഒരു വചനം, കർത്താവ് നീ ഒഴികെ എനിക്കൊരു നന്മയില്ല. എത്ര പേർക്ക് അങ്ങനെ പറയാൻ കഴിയും? കർത്താവ് അങ്ങല്ലാത്ത ഒരു നന്മ എനിക്കില്ല, അങ്ങാണ് എൻ്റെ നന്മ. പലപ്പോഴും നമ്മൾ നമ്മുടെ ദൈവത്തെ ഒരു ഉപകരണമായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്ന എന്തോ ആയിട്ടാണ് നമ്മൾ പലരും കാണുന്നത്. കർത്താവില്ലെങ്കിലല്ല എൻ്റെ വിഷയങ്ങളെല്ലാം നടന്നാൽ മതി. അങ്ങനെയല്ല ദൈവമക്കളെ. നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ പേഴ്സണലി അറിയണം, അല്ലേ? ദൈവമായിട്ടൊരു ബന്ധം നമുക്ക് എപ്പോഴും വേണം. ദൈവം എൻ്റെ പ്രാർത്ഥന ഇന്നൊന്നും ഉത്തരം തന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ ദൈവം മതി, എൻ്റെ കർത്താവ്. അതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം.
ഹല്ലേലൂയ. എപ്പോഴും എപ്പോഴും സ്തോത്രം. നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് ഹൃദയം കൊണ്ട് ദൈവത്തോട് സംസാരിക്കാൻ കഴിയും. ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ ദൈവസ്നേഹത്തിന് നമുക്ക് എപ്പോഴും നന്ദി പറയുന്നവരായി തീരണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ ഭർത്താവ് നമ്മുടെ ഭാര്യ ആരും നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തരാത്ത ഒന്നാണ് ദൈവമക്കളെ ഈ ദൈവം നമുക്ക് കാൽവറി വെച്ച് ചെയ്തു തന്നത്. ആ ദൈവ സ്നേഹത്തിന് മുൻപ് നമുക്കൊന്നുമില്ല. ഈ ലോകത്ത് നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തെ അന്വേഷിച്ചിട്ട് എന്നെ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി ജീവിതമേ നീ ദൈവത്തെ അറിഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നീ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം നിന്റെ ജീവിതത്തിന് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കാം. സ്തോത്രം. മാതാവ് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കാണുക, പിതാവ് ഇഷ്ടമില്ലാതെ ആയി തീർന്നു കാണുക, സഹോദരങ്ങൾ ഇറക്കി വിട്ട് കാണുക. സ്തോത്രം. ദൈവത്തെ സ്വീകരിച്ചെന്ന് പറഞ്ഞാൽ അനേകരും നിന്റെ ജീവിതത്തെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. പക്ഷേ നീ തിരഞ്ഞെടുത്തിരിക്കുന്നതും നീ രക്ഷിതാവായി സ്വീകരിക്കുന്നത് ദൈവം. ആ ദൈവത്തിന് നിനക്ക് ഇതെല്ലാം തിരിച്ചു തരുവാൻ കഴിയുന്ന ദൈവമാണ്. സ്തോത്രം. അവിടെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൻ തരാത്ത അമ്മ തരാത്ത എല്ലാവരും തരാത്തതുമായ തരാത്ത ആ ഒരു ദൈവ സ്നേഹം എന്താണ്? എവർലാസ്റ്റിംഗ് ലവ്. ഒരിക്കലും തീരാത്ത സ്നേഹം. ഹല്ലേലൂയ. ഒരു നിത്യ സ്നേഹമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവത്തോട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ എല്ലാ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മുടെ ഓരോ ഡെയിലി ഷെഡ്യൂളിൽ നമ്മൾ ദൈവത്തെ ഉൾപ്പെടുത്തണം. ഹല്ലേലൂയ. എന്ത് ചെയ്താലും ദൈവത്തോട് എന്ത് ചെയ്യുക? പറയുക. ദൈവത്തോട് പറ്റി നിന്ന് ചെയ്യണം. ഹല്ലേലൂയ. എപ്പോഴും ദൈവവുമായുള്ള ആ ഒരു കണക്ഷൻ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും? നമ്മൾ തുടരണം ദൈവമക്കളെ. ചിലപ്പോൾ കഷ്ടങ്ങൾ വന്നേക്കാം, ഭാരങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വരാം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ അതിൻ്റെ നടുവിൽ നമ്മളെ സഹായിക്കുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? ദൈവത്തോട് നമ്മൾ പറ്റി നിൽക്കണം അല്ലേ? നമ്മളല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന എല്ലാം എന്താണ്? വൃഥാവാണ്. നമുക്കറിയാം 16-ാം സങ്കീർത്തനത്തിൽ തന്നെ ഒരു വചനമുണ്ട്, ഞാൻ യഹോവ എൻ്റെ മുമ്പാകെ വെച്ചിരിക്കുന്നു, യഹോവ എൻ്റെ വലതുഭാഗത്തുള്ളതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തില്ല? കുലുങ്ങിപ്പോകാം. അപ്പോൾ ദൈവം എൻ്റെ വലതുഭാഗത്തുണ്ട്. ദൈവം എൻ്റെ വലതുഭാഗത്തുള്ള കാര്യങ്ങളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ദൈവമില്ലാത്ത പല കാര്യങ്ങളിലും നീ ചെയ്തിട്ടും ഏർപ്പെട്ടിട്ടുമുണ്ടെങ്കിൽ, പല കാര്യങ്ങളും നീ ഈ ലോകത്തിലേക്ക് ഓടിയിട്ടുണ്ടെങ്കിൽ, ദൈവമില്ലാത്ത പല സാഹചര്യങ്ങളിൽ നീ ഇടപഴകിയിട്ടുണ്ടെങ്കിൽ, ദൈവമക്കളെ അതൊന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ദൈവമില്ലാത്ത സ്ഥലങ്ങളിൽ നമുക്കും പോകണ്ട ദൈവമക്കളെ. ദൈവസാന്നിധ്യം ഇല്ലാത്തടത്തൊന്നും നമുക്കും പോകണ്ട. ദൈവസാന്നിധ്യമില്ലാത്ത ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യണ്ട. ദൈവത്തോട് എപ്പോഴും പറ്റിയിരിക്കുക. ദൈവം ഇഷ്ടമുള്ളത്. സ്തോത്ര. ഹല്ലേലൂയ. അതായത് 40-ാം സങ്കീർത്തനത്തിൽ ഒരു വചനമുണ്ടല്ലോ ഇപ്രകാരം. എന്താണ് ആ വചനം? നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നൊരു വചനമുണ്ട്. നിന്റെ ന്യായപ്രമാണം എൻ്റെ ഉള്ളത്തിലിരിക്കുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നൊരു വചനം. അതായത് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാൻ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം? പ്രിയമുള്ളവരായി തീരണം. ചിലപ്പോൾ അത് നമുക്ക് അല്പസമയം കഠിനമായും വിഷമമായൊക്കെ തോന്നും. പക്ഷെ അതിൻ്റെ അവസാനം എന്തായിരിക്കും? മധുരമാക്കി തീർക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കാം. ദൈവം തരുന്ന നന്മകളെ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവം തന്നതൊക്കെ നമ്മൾ നമ്മുടെ ലൈഫിൽ പെറുക്കി കൂട്ടിയിട്ടുള്ള ദൈവമക്കൾ, അല്ലാതെ നമ്മുടെ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ഏത് കാര്യത്തിലും നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ദൈവത്തോട് അങ്ങ് പറ്റിയിരുന്ന് നമ്മൾ ചെയ്യണം. കർത്താവാണ് നമ്മുടെ രക്ഷിതാവ്. ഹല്ലേലൂയ. ആ അപ്പനെ കൂടാതെ നമ്മൾ ഇന്ന് വരെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കാര്യങ്ങൾ ദൈവം നമ്മുടെ മുമ്പാകെ ഒരു കൂട്ടുകാരനെ പോലെ ഉണ്ട്. ആ കൂട്ടുകാരനായ ദൈവത്തെ വിഷമിപ്പിക്കുന്നതോ ആ അപ്പനെ വിഷമിപ്പിക്കുന്ന ഒന്നിലും ഞാൻ ഏർപ്പെടുകയില്ല എന്നൊരു തീരുമാനം നമുക്ക് എടുത്തുകൂടെ ദൈവമക്കളെ? ആ തീരുമാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. പലപ്പോഴും പൈശാചിക ശക്തി അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ കണ്ണുകളെ പ്രലോഭനം തരുന്നതും നമ്മുടെ ഹൃദയത്തെ പ്രലോഭിക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ ഇമ്പമാക്കി തോന്നുന്നതൊക്കെ വലുതാക്കി കാണിക്കും. സ്തോത്രം. നമുക്കറിയാം ദാനിയേൽ രാജഭോജനം എന്ത് ചെയ്തു? ഏറ്റവും വലുതാക്കി കാണിച്ചു അല്ലേ? അവൻ്റെ കണ്ണിൽ ആ രാജഭോജനവുമായിട്ട് വന്നു. പക്ഷേ ദാനിയേൽ അവിടെ ദൈവത്തോട് പറ്റി നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അവസാനം അവന് നന്മ ദൈവം കൊടുത്തു, അവനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു നമ്മൾ തിരുവചനം വായിക്കുന്നു. അത് ദൈവമക്കളെ, പിശാച് പലതും നമുക്ക് ഈ ഭൂമിയിൽ വലുതാക്കി കാണിക്കും. അതിൽ നമ്മൾ ഏർപ്പെട്ട് അതിൻ്റെ അവസാനം നമുക്ക് തന്നെ കുഴി കുത്തുന്ന പോലെ നമ്മൾ ആയിത്തീരും. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ നമുക്ക് ഈ ഒരു വചനത്തിലൂടെ പറയാം, എന്നെ പണിയുന്നത്. അതായത് ഒരു വചനം ഇപ്രകാരമുണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്ര.
നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമല്ല, വളരുമാറാക്കുന്ന ദൈവം. അപ്പം നമ്മളെ വളരുമാറാക്കുന്ന ഒരു ദൈവം. അപ്പം ദൈവം നമ്മളെ വളരുമാറാക്കണമെങ്കിൽ നമ്മൾ യഹോവയോട് പറ്റിയിരിക്കണം. നമ്മുടെ എല്ലാ ഷെഡ്യൂളിലും ദൈവത്തെ ഇൻക്ലൂഡ് ചെയ്യണം. നമ്മുടെ ലൈഫിൽ നമ്മുടെ സെൻട്രൽ പോർഷൻ നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ദൈവത്തെ സെൻട്രലിൽ ഇരുത്തണം. നമ്മുടെ ഹൃദയത്തിലായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൻ്റെ നടുഭാഗം നമ്മൾ ദൈവത്തിന് കൊടുക്കണം. ബാക്കിയെല്ലാം നമ്മുടെ ചുറ്റും മാത്രം മതി. ഹല്ലേലൂയ. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിദ്യാഭ്യാസം ആയിക്കോട്ടെ, നമ്മുടെ ജോലി ആയിക്കോട്ടെ, നമ്മുടെ വിവാഹമായിക്കോട്ടെ, വാട്ടവർ എന്തോ ആയിക്കൊള്ളട്ടെ, അതെല്ലാം നമ്മുടെ ദൈവവും നമ്മുടെ ലൈഫിലെ ഏറ്റവും സെൻട്രൽ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും മുഖ്യ സ്ഥാനം ദൈവത്തിന് കൊടുത്ത് ബാക്കിയെല്ലാം നമ്മൾ സെക്കൻഡറി ആയിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഏറ്റവും പ്രയോറിറ്റി നമ്മുടെ ദൈവത്തിന് കൊടുത്ത് നമ്മൾ പോകുമ്പോൾ ദൈവം നമ്മളെ എന്ത് ചെയ്യും? അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. പിന്നെ നമ്മൾ എന്തൊക്കെ പണിതാലും എന്തൊക്കെ ചെയ്താലും അതിനെല്ലാം നടുവ് ദൈവം ഉണ്ടാകും. ഹല്ലേലൂയ. അതാണ് അതിൻ്റെ ഒരു ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. അപ്പം നമ്മൾക്ക് ഇന്നു മുതൽ സ്തോത്രം, എവിടെയെങ്കിലും ഏതെങ്കിലും ഓരോ കാര്യങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ മുഖത്തെ മറന്ന് നീ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പാപത്തിന് അടിമയാണെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങളിൽ ദൈവത്തെ മറന്നുകൊണ്ട് നീ ഒളിച്ചും പാത്തും ചെയ്യുന്നതെല്ലാം കാണുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പം ആ ദൈവത്തെ മറന്നുകൊണ്ട് നീ എന്തിനേലും ഈ ലോകപരമായി ഏർപ്പെടുന്നുണ്ടെങ്കിൽ ഈ വചനപ്രകാരം ഹല്ലേലൂയ, മറ്റെന്തിനായിക്കോട്ടെ, ജോലിക്കാവട്ടെ, നീ എന്തിനെങ്കിലും ദൈവത്തെ കൂടുന്നില്ലെങ്കിൽ ദൈവത്തെ കൂടാതെ നീ എന്തിനേലും ഒക്കെ പുറകെ പോകുന്നുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നത് എന്താണ്? അതെല്ലാം വൃഥാവാണ്. ഈവൻ ജോലി നീ വൃഥാ അധ്വാനിക്കോ ദൈവത്തെ കൂടാതെയാണെങ്കിൽ. സ്തോത്രം. അപ്പം ദൈവവചനം ഇപ്പം എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവത്തെ ആരൊക്കെ മാനിക്കുന്നു അവരെ ദൈവം മാനിക്കുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്യുക? നമുക്കൊരു തീരുമാനം എടുക്കാം. ഞാൻ ദൈവത്തോട് എന്ത് ചെയ്യും? പറ്റി നിൽക്കും. ഞാൻ എൻ്റെ ദൈവത്തോട് പറ്റി എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യുകയില്ല, പറയുകയില്ല, കാണുകയില്ല, കേൾക്കുകയില്ല. അതേ ദൈവമക്കളെ, ആകയാൽ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.